ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹർ മനസ്സോടു കൂടി തന്നെ സരിയുവിനെ കാണാൻ വേണ്ടി പോവാട്ടോ. സരിയു ആണെങ്കിൽ റൂമിലാകെ വിഷമിച്ചിരിക്കുകയാണ്. കരഞ്ഞും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ആകെ കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയിലാട്ടോ. മനോഹർ ദൂരത്തുനിന്ന് സരിയുവിനെ കാണുമ്പോൾ തന്നെ വൃത്തികെട്ടവള്, ഇവള് കാരണമാ എല്ലാം കുളമായത്. അല്ലെങ്കിൽ മറ്റവളായിട്ട് കുറച്ചു നേരം കൂടി അടിച്ചു പൊളിക്കാനുള്ള സമയമോ നശിപ്പിച്ച് കയ്യിലൊതുക്കി തന്നത്. ഷോ, ഇവൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് വന്ദനയും കെട്ടി സുഖമായിട്ടൊന്ന് ജീവിച്ചാൽ മതിയായിരുന്നു. ഒന്നിനും സമ്മതിക്കില്ല. പ്രേതാലയം പോലത്തെ ഒരു വീടോ ഒരു നരകം പിടിച്ച ആൾക്കാരും എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ സരുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകട്ടെ. സരു എനിക്ക് ആകെ വിഷമിച്ചിരിക്കുകയാണ്. സരയു മോളൂ എന്നിവനെ വിളിക്കുമ്പോഴേക്കും സരയു വേഗം തന്നെ മനോഹറിന്റെ അടുത്തേക്ക് പോയിട്ട് കെട്ടിപ്പിടിക്കാട്ടോ. മനുവേട്ടൻ എവിടെയായിരുന്നു മനുവേട്ട ഇത്ര നേരം? എന്നാലും എന്റെ കുഞ്ഞൻ കാണാൻ പറ്റാതെ മനുവേട്ട എത്ര നേരം നിന്നല്ലോ മനുവേട്ട. എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ മോളു എനിക്ക് എപ്പോഴും മനസ്സിൽ മോളുടെ അതുപോലെ നമ്മുടെ മോളും തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് മാറി നിന്നല്ലേ പറ്റുള്ളൂ. ജീവനിൽ ആർക്കാ മോളെ കൊതിയില്ലാത്തതെന്ന് പറയാണ്. എന്നാലും മോളുടെ അച്ഛനെ കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വയലന്റ് ആവില്ല. അത് കാര്യം എന്താന്ന് ഞാൻ അന്വേഷിച്ചായിരുന്നു മനുവേട്ട. വേറെ ഒന്നല്ല, ചന്ദ്രസേനൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അതും വിശ്വസിച്ചിട്ട് അവിടേക്ക് ചന്ദ്രസേനന്റെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി പോയതാണ്. അവരെല്ലാരും കൂടി അച്ഛനെ ചതിച്ചു പെട്ടിയിലാക്കി കൊടുത്തു. അത് മാത്രല്ല, ആന്റിയുടെ ശരിക്കുള്ള സ്വഭാവം അച്ഛനെ മനസ്സിലായി. ആ സ്വത്തുക്കളും പണമൊന്നും ഇനി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വിഷമവും അതുപോലെ തന്നെ ആ അവലാതിയായിരുന്നു അച്ഛന്. അതാ ഇവിടെ വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയത്. എന്തോ ആയിക്കോട്ടെ മോളെ, എനിക്ക് വയ്യ സഹിക്കാനായിട്ട്. സത്യം പറഞ്ഞ മോളിനെ കാണാതെ കുറച്ചേരം മാറി നിന്നപ്പോഴേക്കും എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഏതായാലും എന്റെ അടുത്ത് ഇനി മാറി നിൽക്കല്ലേ മനുവേട്ട, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. മനുവേട്ടൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നെയും മോളെയും കൂടി കൊണ്ടുപോകണം. ശരി മോളു, ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ മോളിനെ അതുപോലെ നമ്മുടെ മോളെയും കൂടി ഞാൻ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ സരുവിനെ കെട്ടിപ്പിടിച്ചിരിക്കാട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഷാരിക്ക് ആകെ ടെൻഷനാവാണ്. ഈശ്വര, എന്റെ മോളു അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവനില്ലാതെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയായാലും ഈശ്വര അവൾക്ക് എന്നൊക്കെ ഷാരി ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് രാഹുലിനെയാണ്. രാഹുലും വിക്രവും മുരുകന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടേക്ക് മുരുകൻ വരുന്നുണ്ട്. രാഹുല് വിക്രത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വിക്രം, ഇതാണ് മുരുകൻ, ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. താൻ ജയിലിൽ കിടന്നിട്ടുണ്ടോടോ എന്ന് വിക്രം ചോദിക്കുമ്പോ, അതെ, എന്റെ സ്വന്തം വീട് ഏതാണ്, ജയിൽ ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ. കാരണം സ്വന്തം വീട്ടിനേക്കാളും കൂടുതൽ ഞാൻ ജയിലിലാണ് കിടന്നത് എന്ന് മുരുകൻ പറയുമ്പോ വിക്രം പറയണ്ട്, അതെ, താൻ മാത്രല്ല ഞാനൊരുപാട് ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് വല്ല പെട്ടിക്കേസായിരിക്കും, പക്ഷെ ഇതങ്ങനെയല്ല. ഞാൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കിയിട്ട് ജയിലിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈസി ആയിട്ട് വന്നിട്ടുമുണ്ട് എന്ന് പറയാണ്. ശേഷം നമ്മുടെ മുരുകനോട് രാഹുൽ പറയണ്ട്, അതെ, ഞങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം ഓർമ്മയുണ്ട് സർ. സാറ് പറഞ്ഞ വ്യക്തി വീട്ടിൽ നിന്ന് കിരൺ എന്ന് പറഞ്ഞ ആള് അല്ലെ? അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അയാൾ ഓഫീസിലേക്ക് പോണതും സൈറ്റിലേക്ക് പോണതും കറക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് വരെ എനിക്കിപ്പോ ഓക്കെയാണ്. സാറിന് ആ മരണ വാർത്തക്ക് വെയിറ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പറയുമ്പോ വിക്രം പറയണ്ട്, താൻ നേരിടാൻ പോണത് നിസ്സാരക്കാരനൊന്നല്ല എന്റെ സാറെ. ഇതിനേക്കാളൊക്കെ വലിയ വലിയ കൊമ്പന്മാരെ കീഴ്പ്പെടുത്തിയവനാ ഈ മുരുകൻ. എന്നെ കുറിച്ച് ശരിക്കും അറിയാത്തോണ്ടാ, അനസിനോട് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോ രാഹുൽ പറയണ്ട്, വിക്രമേ, നീ ഇവനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അനസ് ശരിക്കും നല്ലൊരാളെ ഏർപ്പാടാക്കുള്ളൂ, നിനക്കറിയാലോ. ശരി എന്ന് പറഞ്ഞപ്പോ മുരുകൻ പറഞ്ഞിട്ട്, എന്താ ശരി സാറേ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മുരുകൻ അവിടെ പോവാണ്. മുരുകൻ പോയി കഴിയുമ്പോഴേക്കും രാഹുൽ പറയണ്ട്, എടാ വിക്രമേ, ഇവൻ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യണം. ഇവനെ അങ്ങനെ മാത്രമല്ല, ഇവന് കാര്യം നടത്തും തന്നെയാ എനിക്ക് വിശ്വാസം. അനസ് പറഞ്ഞ ആളുണ്ട്, എനിക്ക് ഒട്ടും സംശയമില്ല. ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവാണ്. രാഹുൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെയാണ്. മനോഹർ സരയുവിനെ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് മനോഹർ പറയണ്ട, ഒന്നും പറയണ്ട മോളൂ, ആകെ ടെൻഷനാണ്. എന്ത് പറ്റി മനുവേട്ടാ? അതെ, കമ്പനിയിൽ പെട്ടെന്നൊരു സാലറി കയറ്റം, അതായത് ആൾക്കാർക്ക് സാലറി കൊടുക്കണത് കുറച്ചൊന്ന് കൂട്ടി. അപ്പൊ അതുകൊണ്ട് അവർക്ക് സാലറി ഇന്ന് കൊടുക്കേണ്ടതാണ്. പക്ഷെ എന്റെ അക്കൗണ്ടിലൊരു ചെറിയൊരു കംപ്ലൈന്റ്. ഞാൻ അക്കൗണ്ടിൽ പൈസ ഇട്ടേക്കുന്നത് ഒരൊറ്റ അക്കൗണ്ടിലാണ്. ബാക്കിയുള്ളതിലെല്ലാം പൈസ നിസ്സാര പൈസക്ക് എന്തൊക്കെയുള്ളൂ. പക്ഷെ എന്തൊക്കെയുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ഒരു 5 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട്. എന്റെ മനുവേട്ട, എന്താ കൂട്ടുകാരനോടൊക്കെ ചോദിക്കണത്? ഞാൻ ചോദിച്ച തരില്ലേ? അയ്യോ മോളു, അതൊന്നും എനിക്ക് വേണ്ട. അതേ മനുവേട്ട ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എന്റെ പൈസ, മനുവേട്ടന്റെ പൈസ, അങ്ങനെയൊക്കെ ഇതിനെ വിചാരിക്കണത്. മനുവേട്ടൻ ഇതുപോലത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ? മോളെ, എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ല മോളെ. അതെ, അപ്പൊ ഇപ്പൊ സംഭവിച്ചതോ? എനിക്ക് ഒരുപാട് പൈസ ഉണ്ടെന്ന് മോളെ, 4-5 കോടി അക്കൗണ്ടിൽ ഇരിക്കണ്ട്. പക്ഷെ അതെന്തോ ഒരു അക്കൗണ്ട് ചെറിയൊരു പ്രശ്നം, അതുകൊണ്ടാ മനുവേട്ടനെ ഇവിടെ നിന്ന് ഇരുന്നേ എന്ന് പറഞ്ഞിട്ട് അലമാര തുറന്നിട്ട് നമ്മുടെ മനുവിന് വേണ്ടിട്ട് 5 ലക്ഷം രൂപ സരിയോ ചെക്ക് ചെയ്തിട്ടാ. അപ്പൊ തന്നെ നമ്മുടെ മനു, രക്ഷപ്പെട്ടു, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. മോള് എന്താ ചെയ്യണത്? മനുവേട്ടിന് വേണ്ടി ചെക്ക് എഴുതുക? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല മോളു. നോക്ക് മനുവേട്ട, ഇതുവരെ എന്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട്
ഇത്ര നാളായി. അപ്പൊ ഇതിനെ മനുവേട്ടന് തന്നെ ഒരു സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി. അത് മാത്രമല്ല ലോക്കറിൽ കുറച്ചധികം സ്വർണ്ണം ഇരിക്കേണ്ട, അതൊക്കെ വിറ്റിട്ട് പണമാക്കിയിട്ട് മനുവേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഇടണം. നമ്മളിവിടെ നിന്ന് പോകുമ്പോ ഒന്നും ഇവിടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതും മോള് പറഞ്ഞ ശരിയാ. മനുവേട്ടൻ ഒരു കാര്യം ചെയ്യും, ഈ ചെക്ക് കൊണ്ടിട്ട് സാലറി എല്ലാവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സാരി അവിടെ നിന്ന് 5 ലക്ഷം രൂപ കൊടുക്കട്ടെ. മനുക്ക് സന്തോഷമാവാണ്. മനോഹർ മനസ്സിൽ വിചാരിക്കാണ്, ഹാവു ആ വന്ദനയായിട്ട് കറങ്ങി നടക്കാനും അവളുടെ ചെലവുകളൊക്കെ നടത്താനുള്ള ഏകദേശം പൈസ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മനു നേരെ പോണത് വന്ദനയുടെ വീട്ടിലേക്കാട്ടോ. വന്ദനനെ ആണെങ്കിൽ ആ സമയത്ത് അവിടെ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വന്ദന പറയണ്ട്, ഹോ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല എന്ന് പറയുമ്പോഴേക്കും ഇതൊക്കെ വേണം എന്ന് പറയാണ്. അപ്പോഴേക്കും ഹോ ഇതൊക്കെ കൊടുക്കണത് എന്ത് ബുദ്ധിമുട്ടാ, ഒരു പെൺവേഷം കെട്ടതും അഴിച്ചു വെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ എന്ന് വന്ദന പറയുമ്പോ കല്യാണിയും അതുപോലെ തന്നെ അവിടെ ആൾക്കാരും പറയണ്ട്, ഇപ്പൊ മനസ്സിലായോ നമ്മള് പെൺകുട്ടികള് സാരിയൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് മനസ്സിലായേ എന്ന് വരുൺ പറയാട്ടോ. ആ സമയത്ത് കല്യാണി പറയണ്ടേ, എനിക്ക് സാരി എടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും നമ്മൾ അവിടെ ആരോ കോണിംഗ് ബെല്ലടിക്കണ ഒച്ച കേൾക്കുവാട്ടോ. അവൻ വന്നു തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വരുണിന്റെ അമ്മ അങ്ങോട്ടേക്ക് പോകുവാണ്. അമ്മ അങ്ങോട്ടേക്ക് എന്ന് വരുൺ പറയുമ്പോ അങ്ങോട്ടേക്ക് പോവാട്ടോ. ശേഷം വാതിൽ തുറക്കുമ്പോഴേക്കും നമ്മുടെ അച്ഛനാണ് വാതിൽ തുറക്കണത്. മനോഹരനെ കാണുമ്പോഴേക്കും ജീവനല്ലേ? അതെ ജീവനാണ്. അകത്ത് കയറുക, മോള് പാണ്ടിട്ടുണ്ട്, ഒത്തിരി പാണ്ടിട്ടുണ്ട്, ഫോട്ടോ നേരത്തെ കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. എടി ദേ ജീവൻ വന്നു കേട്ടോ. ദേ വന്നു മോന്, വാ ഇരിക്കുന്നു പറയാണ്. ഞാൻ വന്ദനെ നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ട് പെണ്ണുകാണ ചടങ്ങിന്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. അതെ ചടങ്ങൊക്കെ ചടങ്ങായിട്ട് പോണം മോളെ. മോനെ അറിയാൻ പാടാത്തോണ്ടാ മോനെ അറിയാൻ പാടാത്തോണ്ടാ എന്റെ മോൾക്ക് എന്തോ ഒരു ആലോചന വരുന്നുണ്ടെന്ന് അറിയാവോ? എല്ലാം സാമ്പത്തികം മോഹിച്ചു വരുന്നവരാ. അവളൊക്കെ ചെറിയൊരു കുറവുകളുണ്ട്, എല്ലാവർക്കും ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ സാമ്പത്തികം കൊണ്ട് എല്ലാവരും കല്യാണാലോചന വരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് താല്പര്യമില്ല. പക്ഷെ മോൻ അങ്ങനെയല്ലെന്ന് അവള് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായത്. അതെ എനിക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ട് അച്ഛാ, ഒരുപാട് കോടിക്കണക്കിന് സ്വത്തുക്കൾ. എനിക്കും അതെ മോനെ, ഗൾഫിൽ 5-6 ബിസിനസ് ഉണ്ട്. മോന് പറ്റുമെങ്കിൽ അതൊക്കെ നോക്കി നിർത്താം, അല്ലെങ്കിൽ അതൊക്കെ വിറ്റിട്ട് നാട്ടിലേക്ക് വന്നിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. രണ്ടാമത്തെ പറഞ്ഞത് നടക്കൂളൂ അച്ഛാ, എനിക്ക് ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ടേ. ഇതുപോലത്തെ ഒരാളെ എനിക്ക് വേണ്ടത്. പക്ഷെ അച്ഛന്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കും. മതി, ഇത് കേട്ടാ മതി. ഇങ്ങനത്തെ ഒരു മരുമോനെ ഞാനും ഇവള് ആഗ്രഹിച്ചത്. ദേ മോളെ വിളിച്ചോണ്ട് വാടി എന്ന് പറയാണ്. ഇപ്പൊ വിളിച്ചോണ്ട് വരാം. അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല, ഞാൻ വന്ദനയോട് സംസാരിച്ചാണല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. പെണ്ണുകാണ ചടങ്ങായിട്ടിനെ പോട്ടെ, മോളെ വിളിച്ചിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ അമ്മ അകത്തേക്ക് പോണ്ടതേ അവൻ വന്നിരിക്കണ്ട്. മോളെ വിളിക്കാനാ പറഞ്ഞിരിക്കണത്. എന്റെ നിത മോളെ നിന്നെ സമ്മതിച്ചിരിക്കുന്നു, അവന്റെ വലയിന്ന് രക്ഷപ്പെട്ടത് നന്നായി എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി പറഞ്ഞിട്ട്, അതെ അതുകൊണ്ടിട്ടാണല്ലോ മോന്റെ അമ്മക്ക് ഇതുപോലത്തെ നല്ല പെൺകുട്ടിനെ കിട്ടത്, അത് ശരിയാ എന്ന് അമ്മ പറയാട്ടോ. വരുണേ എന്നാ വാട, അതെ അവൻ കാത്തിരിക്ക, അലവലാതി ചൂലെടുത്ത് അടിക്കാൻ എനിക്ക് തോന്നിയത്. പിന്നെ എല്ലാം നിങ്ങളുടെ പ്ലാൻ ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇവരെ പോലുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു പണി തന്നെയാ മോളെ കൊടുക്കേണ്ടത് എന്ന് കല്യാണത്ത് പറയാം. അതെ ആന്റി, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചത്. എന്നാ വരുണേട്ടന് നാണം കൂടി ഇങ്ങോട്ട് പോയിക്കോ എന്ന് കല്യാണി പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് വരുൺ അവിടെ എഴുന്നേക്കുന്നുണ്ട്. ശേഷം നമ്മുടെ അമ്മ ചായയും പലഹാരമൊക്കെ വരുണിന്റെ കയ്യിലേക്ക് കൊടുക്കാട്ടോ. വരുൺ നാണം കുടുങ്ങി അങ്ങനെ അടുത്തേക്ക് പോകുവാണ്. അതിനുശേഷം വരുണിന്റെ കയ്യിൽ നിന്ന് ചായ മേടിച്ചിട്ട് നമ്മുടെ മനോഹർ കുടിക്കുന്നുണ്ട്. ശേഷം അച്ഛനും ചായ അടിക്കുന്നുണ്ട്. മനോഹർ പറയണ്ട്, എന്തിനാ വന്ദന ഇങ്ങനെ നാണിക്കണത്, ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ എന്ന് പറയുമ്പോഴേക്കും എന്ത് പറയാനേ മോനെ, പെണ്ണും കാണും ചടങ്ങെന്നൊക്കെ പറഞ്ഞ ചില പെൺപിള്ളേരൊക്കെ ഇതുപോലെ നാണമൊക്കെ ഉണ്ടാകും എന്ന് പറയാണ്. ശേഷം നമ്മുടെ മനോഹർ അവിടെ നിന്നൊരു ലഡു എടുത്ത് കഴിക്കാട്ടോ. മധുരം കഴിച്ചേക്കാം, കിളവിക്ക് സന്തോഷാവട്ടെ എന്ന് പറഞ്ഞിട്ട് മധുരമൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അതൊക്കെ കാണുമ്പോഴേക്കും കല്യാണിക്കും അതുപോലെ തന്നെ നിഷക്കും ഒക്കെ ഭയങ്കര ദേഷ്യം വരണം. എന്തിനു പറയുന്നു, വരുണിന്റെ അച്ഛനും നമുക്ക് പോലും ദേഷ്യം വന്നിട്ടോ. വരുണിന്റെ അച്ഛൻ മനസ്സിലിങ്ങനെ വിചാരിക്കാണ്, വൃത്തികെട്ടവൻ, എന്റെ അനന്തരവളെ ജീവിതം നശിപ്പിച്ചവനാ, ഇറക്കി ഓടിക്കാനാ തോന്നുന്നത്. പിന്നെ പിള്ളേരുടെ ഒരു പ്ലാൻ ആയതുകൊണ്ട് പിടിച്ചു നിക്കണമേ ഉള്ളൂ എന്നൊക്കെ വരുണിന്റെ അച്ഛൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. ശേഷം നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, അതോ വന്ദന കേട്ടോ എന്ന് പറഞ്ഞിട്ട്, അതെ മക്കളെ നിങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കാല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കേണ്ടല്ലോ, അകത്തിരുന്ന് സംസാരിച്ചോ എന്ന് പറയുമ്പോ വന്ദന വേണ്ട എന്ന് പറഞ്ഞ കൈകൊണ്ട് ആക്ഷൻ കാണിക്കണ്ടേ. ആ സമയത്ത് മനോഹർ പറയണ്ടേ, പെണ്ണുങ്ങളെ ചടങ്ങായിട്ടിനെ പോട്ടെ, അതിന്റെ ഒരു ഭാഗമാണല്ലോ ഇങ്ങനെ സംസാരിക്കല്, വാ എന്ന് പറഞ്ഞിട്ട് വന്ദനയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാം. എന്നിട്ട് വന്ദന അടുത്ത് പറയുന്നുണ്ട്, വന്ദന നിന്നെ ആരാ മേക്കപ്പ് ചെയ്തത്, വല്ല ബ്യൂട്ടീഷ്യൻ വന്നായിരുന്നു എന്ന് പറയുമ്പോ വന്ദന, ഇല്ല അമ്മ ആ മേക്കപ്പ് ചെയ്തെന്ന് ആക്ഷൻ കാണിക്കാണ്. അതെയോ അമ്മ ബ്യൂട്ടീഷ്യൻ ആണോ? അതേ എന്ന് വന്ദന തല കുനിക്കണ്ട്. അതാ മോളെ കണ്ടിട്ട് പ്രത്യേക ഭംഗി, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ മനോഹർ എടുക്കാട്ടോ. എന്നിട്ട് പറയണ്ട്, സത്യം പറയാലോ വന്ദന, നിന്റെ അത്ര സ്വന്തമായിട്ടുള്ള പെണ്ണിനെ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പറയാണ്. അത് കേൾക്കുന്ന കല്യാണിക്കും നിഷക്കും നിതക്കും അതുപോലെ തന്നെ ജുബാനക്കൊക്കെ ആകെ ദേഷ്യം വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.